ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ജോലിക്ക് പോണവർക്കും സ്കൂളിൽ ചോറ് കൊണ്ടുപോണവർക്കും എല്ലാവർക്കും കൊടുത്തേക്കാനുള്ള ഒരു നല്ലൊരു ഡിഷാണ് ഇത്. നമ്മൾ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നത് ചെറിയതായിട്ടല്ല കട്ട് ചെയ്തേണ്ടത്, ഇത്തിരി വലിയ കഷ്ണമായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതാ ഈ രീതിക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ബാക്കിയുള്ളതിനെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഉരുളക്കിഴങ്ങിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് വേവിച്ചെടുക്കാം. ഇത് നല്ല വേവാവാൻ പാടില്ല, ഒരു അര വേവിനാണ് ഇത് എടുക്കേണ്ടത്. നമ്മൾ എന്തെങ്കിലും ഇട്ടിങ്ങനെ കുത്തി നോക്കുമ്പോൾ ചെറുതാവുന്ന താന്ന് കിട്ടണം, അത്രയും മതി. ഇതിനെ ഒരു അരിപ്പയിൽ നമുക്ക് അരിച്ചെടുക്കാം, വെള്ളത്തിനെ കളഞ്ഞിട്ട്. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിനെയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലതായിട്ട് ഒന്ന് വഴറ്റി വരണം. അതിനുശേഷം നമുക്കതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പൊടി ഇടുമ്പോൾ നമ്മൾ എണ്ണ ഉള്ളതുകൊണ്ട് സ്റ്റൗവിന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇടണം, അല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇതിനി ഒന്ന് വറുത്തതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങനെ കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടേണ്ടത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വറക്കണം. വറുത്തതിന് ശേഷം ഇത്രയാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ എടുത്തിട്ടുള്ള ഒരുപാടൊന്നുമില്ല, 1 സ്പൂൺ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇനി എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ നമുക്ക് വറുത്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലാക്സ് ഉണ്ട്, അതിലേയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ഡിഷാണ് ചോറിന് കഴിക്കാൻ വേണ്ടി. വീട്ടിലുള്ളവർക്കായാലും ശരി, വെളിയിൽ കൊണ്ടുപോകുന്നവർക്കായാലും ശരി തന്നെ. പറ്റുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.